ടോണി ആൻഡ് ഗൈയിലെ ക്രിയേറ്റീവ് ഡയറക്ടർ റഫീഖുമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഹായ് റഫീഖ്. ഹായ്. ഈ ഹെയർ കളർ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഒരു വെൽ നോൺ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ടോണി ആൻഡ് ഗൈയിൽ എത്തിയത്. ഓക്കെ. ഈ ഹെയർ കളറിൽ ഇപ്പോൾ നമ്മൾ 4 മോഡൽസിന് നിങ്ങൾക്ക് തന്നായിരുന്നു. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്? ശരിക്ക് നമുക്ക് 4 മോഡൽസ് നിങ്ങൾ തന്നു. ഒരു മോഡൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ അപ്പോൾ 4 മോഡലിൽ 4 ഡിഫറെൻറ്റ് ടൈപ്പ് കളറാണ് നമ്മൾ ചെയ്തത്. അപ്പം ഒന്നാമതായി ചെയ്തത് ഒരു ഷോർട്ട് ഹെയർ പ്ലസ് ഹൈലൈറ്റ്. അത് ഷോർട്ട് ഹെയറിൻ്റെ ഒപ്പരം അവർ ചെയ്തേക്കുന്നത് ഫുള്ളായിട്ട് സ്ട്രീക്സ് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്പരം തന്നെ ഒരു ബാലയാജി എന്ന് പറയുന്ന ടെക്നിക്ക് പറയും. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നിക്കാണ്. മീൻസ് ബാക്ക് പോർഷനിലേക്ക് കളർ കൂടുതൽ കാണിക്കുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് ഡാർക്കായിട്ട് വരുന്നൊരു മെത്തേഡാണ്. അതിപ്പോൾ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ അധികം ആയി വരുന്നേ ഉള്ളൂ. എസ്പെഷ്യലി കൊച്ചിയിലാണ് അധികം പേരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് നന്നായിട്ട് ലേറ്റസ്റ്റ് ആവും. മീൻസ് ബാക്കിലേക്ക് കളർ കൂടുതൽ ലൈറ്റും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് ഡാർക്കായി വരുന്നത്. മീൻസ് ഏത് കാഷ്വലായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫോർമലായിട്ടുള്ള ആളുകൾക്കും. ഇപ്പം നമ്മൾ പോണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ആ കളർ അതിൻ്റെ ഉള്ളിൽ പെടും. ഇനി അതല്ല കുറച്ചും കൂടി പാർട്ടി ബേസിൽ പോകുന്നവർക്ക് അത് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ കേൾസ് നല്ല രീതിയിൽ ആ കളർ കാണിക്കുന്ന രീതിയിലുള്ളൊരു കളറാണ്. ഇപ്പം ആ പയ്യനെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ആ പയ്യനെ നമ്മൾ ചെയ്തത് ശരിക്കും ക്യാപ്പ് ഹൈലൈറ്റ് എന്ന് പറയും. ക്യാപ്പ് ഹൈലൈറ്റ് മീൻസ് അത് വെരി ലൈറ്റ് ബ്ലോൺ കളറാണ് ചെയ്തത്. പേപ്പർ സാൾട്ട് കളർ എന്ന് പറയും. മീൻസ് മാക്സിമം അത് ഒരു നാച്ചുറൽ വൈറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് ഓരോ സ്ട്രീക്സ് വലിച്ചെടുത്ത് ആ സ്ട്രീക്കിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കളറാക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളർ ചെയ്യുന്നതിൻ്റെ അപ്പുറം നമ്മൾ സ്കാൽപ്പൊന്നും ഡാമേജ് ആവില്ല, ഹെയർ ഫാളിംഗ് ഒന്നും വരില്ല. മീൻസ് ഒരു ക്യാപ്പ് വെച്ച് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സ്ട്രീക്ക് എടുക്കാം. ആ സ്ട്രീക്കിലേക്ക് മാത്രം കളർ അപ്ലൈ ചെയ്യും. പിന്നെ ഇനിയിപ്പം ഒരു ഷോർട്ട് ഹെയർ ഉള്ള ഒരു മോഡലിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഷോർട്ട് ഹെയർ. അപ്പോൾ അവരെ നമുക്ക് എനിക്ക് തോന്നി ഞാൻ ചില ഇമേജുകൾ റെഫറൻസ് ഉണ്ട്, അത് കാണിക്കാം. അതുപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു, സമയം അനുവദിക്കുകയാണെങ്കിൽ. മൊത്തത്തിൽ കേരളത്തിലെ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹെയർ കളറിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ എത്രത്തോളം അതിനെക്കുറിച്ച്? ഇപ്പം ശരിക്കും പറഞ്ഞെങ്കിൽ ആളുകൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ. കുറേ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സലൂൺസിൽ പൊതുവേ ലേഡീസിൻ്റെ ക്രൗഡ് മാത്രമേ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൺസ് ഇൻ എ മന്ത് ഹെയർ സ്റ്റൈലിങ്ങിന് വരാത്ത ജെൻസ് വളരെ കുറവാണ്. സ്റ്റൈലിംഗ് മീൻസ് അഡ്വാൻസ് ആയിട്ടുള്ള സർവീസ്, ജസ്റ്റ് ഹെയർ കട്ടല്ല, ബിയർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഹൈലൈറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് വന്ന കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സോഫ്റ്റനിങ് ട്രീറ്റ്മെൻറ്റാണ്, ഫ്രിസ്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ എല്ലാ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റും ഇപ്പം ഓൾമോസ്റ്റ് ജെൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ടോണി ആൻഡ് ഗൈയുടെ കസ്റ്റമർ റേഞ്ചിൽ വരുമ്പോൾ സെലിബ്രിറ്റീസും ഒക്കെ ഇൻവോൾവ് ആയിരിക്കുമല്ലോ. ആരൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് വന്നു പോകുന്നത്? നമുക്കിവിടെ ഒരുപാട് സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് വരാറുണ്ട്. കൂടുതലും നമുക്ക് അഡ്വാൻസ് സർവീസിനാണ് വരുന്നത്. മീൻസ് കളറിങ്, അതല്ലെങ്കിൽ കെരാറ്റിൻ, അതല്ലെങ്കിൽ ഹൈലൈറ്റ്, സ്മൂത്തനിങ്, അങ്ങനത്തെ നല്ല നല്ല സർവീസിന് വലിയ അഡ്വാൻസ് സർവീസിന് വേണ്ടിയാണ് കൂടുതലും സെലിബ്രിറ്റീസ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ വരുന്നവർ നോക്കുകയാണെങ്കിൽ റീമ കല്ലിങ്കൽ, പാർവതി, അതുപോലെ തന്നെ അംല പോള്, അതുപോലെ തന്നെ നമ്മുടെ മീര ജാസ്മിൻ, അങ്ങനെ കുറേ പേര് നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. എനിവേ നമുക്ക് സലൂൺ കാണാം.